നല്ലൊരു ഹൊറർ പടമാണെന്ന് കരുതി ഞാൻ അറിയാതെ തലയിട്ട് മുങ്ങിപ്പോയൊരു സിനിമയാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. ഫ്രഷ് സബ്ജക്റ്റ് ആയിരിക്കും, വേറെ ലെവൽ. ഒരിടത്തൊരിടത്തൊരിടത്ത് ഒരു കാമുകനും കാമുകിയും ഉണ്ടായിരുന്നു. അവൻ വെറും ഒരു കാമുകനായിരുന്നില്ല. കാമുകിയുടെ കൂടെ ട്രെയിൻ യാത്ര ചെയ്യാൻ വേണ്ടി കിലോമീറ്ററുകളോളം ഓടി ഇന്ത്യൻ റെയിൽവേ തന്നെ മുട്ടുകുത്തിച്ച ഒരു കാമുകനായിരുന്നു അവൻ. മോനെ, ഇത് സബ്വേ സർഫേഴ്സ് ഗെയിമിലെ ട്രെയിൻ അല്ല, ഇത് ഒറിജിനൽ ട്രെയിനാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മണം പിടിക്കാൻ കഴിവുള്ള ഏതോ ഒരു മുത്തശ്ശിയെ കാണിക്കുന്നത്. என்னம்மா யார போ சொல்ற, என்ன வேணும் உனக்கு? கிரகணத்தை பாம்பு விழுங்குற மாதிரி இந்த மாசம் 2 அமாவாசை வருது, அன்னைக்குதான். അയാൾ എന്താ പറയുന്നേ? എനിക്കറിയാം എന്തോ കാര്യമായിട്ട് പറയുന്നു. മുത്തശ്ശി കാര്യം എന്താന്ന് തെളിച്ചു പറയാതെ കടങ്കഥ പറഞ്ഞു കളിച്ചതുകൊണ്ട് എന്താ സംഭവം എന്ന് ഡീകോഡ് ചെയ്യാൻ പറ്റാതെ നായകന്റെ അച്ഛനും അമ്മയും ഏതോ വണ്ടി ഇടിച്ച് മരിച്ചു പോകും. മറുവശത്ത് വാങ്ങിയ കാശ് തിരിച്ചു കൊടുക്കാത്തതിന്റെ പേരിൽ നായകന്റെ കുടുംബത്തെ കൊന്ന പലിശക്കാരനും അയാളുടെ മക്കളും ഈ നായികയെയും നായകനെയും കൊന്ന് കുഴിച്ചു മൂടുകയാണ്. പലിശക്കാരൻ നായകന്റെ വീട് വിറ്റ് കാശ് മുതലാക്കാൻ നോക്കുമ്പോഴാണ് മറ്റേ കടങ്കഥ പറയുന്ന മുത്തശ്ശിയെ പിന്നെയും കാണിക്കുന്നത്. அந்த வீட்ல இருந்து ஒரு துரும்ப கூட உன்னால எடுக்க முடியாது, உள்ள போய் பாரு, ஊரு தெரியாம அழிஞ்சிருவேன். நானே அந்த வீட்ல இருக்கிற பொருளை விற்க ஏற்பாடு பண்றேன். शाबाश बेटे, तेरा बच्चों राजस्थान का शेर. അങ്ങനെ മാസ് കാണിച്ച് ആ വീട് തുറക്കാൻ പോയ പലിശക്കാരൻ സേട്ടുവിന്റെ മകൻ സത്ത് പോകുകയാണ്. शाबाश बेटे. അതെ, മുഖത്ത് ദോശമാവ് തേച്ചിട്ട് വന്ന ഈ പ്രേതങ്ങൾ അയാളുടെ മകനെ കൊന്നു. ബാക്കിയുള്ള മക്കളെ രക്ഷിക്കാൻ വേണ്ടി പലിശക്കാരൻ സേട്ടു ഏതോ ഒരു മന്ത്രവാദിയെ ചെന്ന് കാണും. കാലാകാലങ്ങളായി തമിഴ് പ്രേത സിനിമാ ചരിത്രങ്ങളിൽ ഇടം പിടിച്ച നമ്മൾ ആരും ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ചണ്ട എന്ന പവർഫുൾ സാധനമാണ് ഈ മന്ത്രവാദിയെ സഹായിക്കുന്നത്. കത്തി നുണിയിലെ തൊടയെ കിളിച്ച് വയ്ക്കര മന്ദിര തകട്. ഇത് കണ്ടിട്ട് ഇയാള് പ്രേതം കൊല്ലേണ്ട ആവശ്യമൊന്നും വരുന്നില്ല എന്ന് തോന്നുന്നു. പൊട്ട, ഈ സാധനം തുരുമ്പിച്ച് സെപ്റ്റിക്കായി ആ കാല് പഴുത്ത് നീ ചത്തുപോവും. പിന്നെ ഒരു ചണ്ടനും ചണ്ടിക്കും നിന്നെ രക്ഷിക്കാൻ പറ്റില്ല. അതിന്റെ ഇടയിൽ നമ്മുടെ പ്രേതങ്ങൾക്ക് ഒരു കുത്തു സോങ് ഒക്കെ വെച്ചിട്ടുണ്ട്. വിരുമാണ്ടി കൊള്ളാലോ കളി. അടുത്ത പോലത്തെ உனக்கு நான் தான் பூச்சாண்டி. കാലിൽ നിന്നും മറ്റേ ചണ്ടന്റെ ചെമ്പുതകിട് ഓപ്പറേറ്റ് ചെയ്ത് കളഞ്ഞ സേട്ടുവിന്റെ മകനെ മായാണ്ടി പൂച്ചാണ്ടി പ്രേതങ്ങൾ കൊല്ലുന്നു. ഈ പ്രേതങ്ങളുടെ പെർമനന്റ് ആയിട്ട് എങ്ങനെ രക്ഷപ്പെടാമെന്ന് സേട്ടു മുത്തശ്ശിയോട് ചോദിക്കുകയാണ്. அந்த வம்சத்துல பிறந்த ஒருத்தன் நீ வருவேன்னு காத்துக்கிட்டு இருக்கான். ചേട്ടൻ അരുന്ധതി സിനിമയും കണ്ടിട്ട് പശുപതി ആവാൻ നോക്കിയതാണ്. വളരെ നന്നായിട്ടുണ്ട്. അങ്ങനെ പശുപതിയുടെ ചേട്ടൻ ജഗപതിയെ തേടി സേട്ടു പോകുന്നു. അപ്പൊ അവിടെയും ഒരു കുത്തുപാട്ട്. ഏതാടാ ഇവൻ? അമ്പലത്തിന്റെ ഫ്രണ്ടിലാണ് അവന്റെ ആലുമ ഡോലുമ. കോമഡി എന്താന്ന് വെച്ചാ ഈ പാട്ടിന്റെ ഇടയിലും ക്ഷണിക്കാതെ വന്ന നമ്മുടെ മായാണ്ടി പൂച്ചാണ്ടി പ്രേതങ്ങൾ ഡാൻസ് കളിക്കും. അങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി ജഗപതിയെ തേടിപ്പോയ സേട്ടുവിനെ ജഗപതി തന്നെ കൊല്ലും. ഈ ജഗപതി നമ്മുടെ മായാണ്ടിയുടെ ഏട്ടനാണ്. ചെറുപ്പത്തിൽ പൂച്ചാണ്ടി പ്രേതം ഡ്രസ്സ് മാറുന്നത് നോക്കി നിന്ന ജഗപതിയെ വീട്ടുകാര് തല്ലി ഓടിച്ചു. അന്ന് കാട്ടിൽ പോയി തപസ്സിരുന്ന ജഗപതിക്ക് ഈ കാട്ടിന്റെ ഉള്ളില് ശക്തികളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരെ സെറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ടാവുമല്ലോ. അവര് കുറച്ച് ശക്തികൾ കൊടുത്തു. അങ്ങനെ ജഗപതി ഈവിൾ ജഗപതിയായി മാറി. അതെന്തോ ഒരു സൗണ്ട്. ഒടുക്കം ജഗപതി തന്റെ അരുന്ധതിയെ തേടി നാട്ടിലെത്തുകയാണ്. അയ്യടാ, നീ ടാറും കൊണ്ടാണോടാ പല്ല് തേക്കുന്നത്? അയ്യോ, എനിക്ക് ചിരിക്കാൻ വയ്യേ.
ആദ്യമായിട്ടാണ് ഒരു പ്രേതം അതിന്റെ മാനം കാക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നത് ഞാൻ കാണുന്നത്. ഇതേ സമയം വവ്വാലിന്റെ കൂടെ എങ്ങോട്ടോ ടൂർ പോയ മായാണ്ടിക്ക് മുത്തശ്ശി കുറെ ശക്തികൾ വാരിക്കോരി കൊടുക്കും. പിന്നെ പൊരിഞ്ഞ ഫൈറ്റാണ്. கல்லடிய பாத்திருப்ப, உள்ளடிய பாத்திருப்ப, தர்மடிய பாத்திருப்ப, தடியடிய பாத்திருப்ப, நெத்தியடிய பாத்திருப்ப, சுத்தி அடிக்கிறத பாத்திருப்ப, நாயடிய கூட நீ பாத்திருப்ப, பேடிய நீ பாத்திருக்கியாடா. എന്തായാലും കട്ടു. എന്നാ ഡയലോഗിന്റെ ബാക്കി കൂടെ പറയായിരുന്നില്ലേ? ഓം ഗടിച്ച 1.5 ടൺ പെയ്ഡാ. അങ്ങനെ 1.5 ടൺ തല്ല് കിട്ടിയ ജഗപതി ചത്തു പോവുകയാണ്. അങ്ങനെ ജഗപതിയെ കൊന്ന് മായാണ്ടിയും പൂച്ചാണ്ടിയും സന്തോഷത്തോടെ ജീവിച്ചു. കഴിഞ്ഞിട്ടില്ല, അവിടെയാണ് ട്വിസ്റ്റ്. ചത്തുപോയ ജഗപതി പിന്നെയും പ്രേതമായിട്ട് വന്നു. ആ കഥ അടുത്ത ഭാഗത്തിൽ നമുക്ക് കാണാൻ പറ്റും യൂട്യൂബില്. 1, 2, 3 യൂട്യൂബിലിട്ട് എന്തായാലും 3 വ്യൂ ഉറപ്പാണ്. വരവേണ്ടി പാതി രാത്രി തട താണ്ടി